ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്യാഷ് കറോ എന്ന ആപ്പിനെ പറ്റിയാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര അങ്ങനെ തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് രൂപത്തിൽ ക്യാഷ് ഏൺ ചെയ്യാം. അതായിരുന്നു അതിന്റെ മെയിൻ ഹൈലൈറ്റ് ക്യാഷ് കറോ ആപ്പിന്റെ. ക്യാഷ് കറോ ആപ്പ് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അതിൽ നിന്ന് എങ്ങനെ പണം ഏൺ ചെയ്യാം, ഞാൻ എത്രത്തോളം ഏൺ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ റിഡീം ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. ഇതാണ് ക്യാഷ് കറോ ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറുകൾ കാണാം. ഫ്ലിപ്കാർട്ട്, ആമസോൺ, അജിയോ, മിന്ത്ര, ഡെർമാക്കോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റോറുകൾ കാണാം. ഏകദേശം 1500-ലധികം സ്റ്റോറുകൾ ക്യാഷ് കറോ ആപ്പിലുണ്ട്. നമുക്കതിലെല്ലാം ക്യാഷ് ബാക്ക് ലഭിക്കാനുള്ള ഓഫറുമുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഓരോ സ്റ്റോറുകളിൽ നിന്നും എത്രത്തോളം ക്യാഷ് ബാക്ക് കിട്ടുമെന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ തന്നെ 6.5% ആണ് ക്യാഷ് ബാക്ക് കാണിക്കുന്നത്. അതിൽ ഫ്യൂ ക്യാഷ് ബാക്ക് റേറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓരോ കാറ്റഗറിയിലും എത്രത്തോളം ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുമെന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കും നമുക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആകുന്നത്. നമ്മൾ ഓരോ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴും ആ ഐറ്റം കാറ്റഗറൈസ് ചെയ്ത് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന് നമുക്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാറ്റഗറി വൈസ് കാണാൻ പറ്റും. മോസ്റ്റ് പോപ്പുലർ, ക്രെഡിറ്റ് കാർഡ്, ഫാഷൻ, ബ്യൂട്ടി, ഇലക്ട്രോണിക്സ്, മൊബൈൽസ്, അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് നമുക്ക് ഇവിടെ തരംതിരിച്ച് കാണാം. ഇതിൽ ക്യാഷ് ബാക്ക് എങ്ങനെ നമുക്ക് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള പർച്ചേസ് നമ്മൾ ക്യാഷ് കറോ വഴി ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടും ആമസോണും ക്യാഷ് കറോ ആപ്പിന് അതിലൊരു കമ്മീഷൻ കൊടുക്കുന്നു. ആ കമ്മീഷൻ മുഴുവനായി ക്യാഷ് കറോ ആപ്പ് എടുക്കാതെ നമുക്കതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നമുക്ക് ക്യാഷ് ബാക്കായി തരുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇതിൽ വർക്കാവുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾക്ക് മോളുകളിലെല്ലാം പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കാൻ ഒരുപാട് ഏജൻസ് നിൽക്കുന്നത് കാണാം. പക്ഷേ നമ്മൾ ക്യാഷ് കറോ ആപ്പിലൂടെ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫിക്സഡായിട്ട്, ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ക്യാഷ് ബാക്കായിട്ട് ലഭിക്കുന്നതാണ്. അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഞാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തതും ക്യാഷ് ബാക്ക് ഏൺ ചെയ്തതുമായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നീട് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് ടൈംസ് പ്രൈം. ടൈംസ് പ്രൈം മെമ്പർഷിപ്പിനെ പറ്റിയും അതിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റിയും ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ലെങ്ത് കൂടി പോകുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഒരു ഫോൺ പർച്ചേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാം എന്നുള്ള ലൈവായി കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബാനറിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴെ ഏൺ ക്യാഷ് ബാക്ക് ഓൺ ഫ്ലിപ്കാർട്ട് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് മുന്നോടി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ക്യാഷ് ബാക്ക് ലഭിക്കാനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. ക്യാഷ് കറോ ആപ്പിൽ കൂടെ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപായി കാർട്ടിലോ വിഷ് ലിസ്റ്റിലോ സേവ് ഫോർ ലേറ്ററിലോ ഒരു ഐറ്റമും നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കാൻ പാടില്ല. ബൾക്കായിട്ടുള്ള ഓർഡർ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതല്ല. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അത് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്താലും ക്യാഷ് ബാക്ക് ലഭിക്കുന്നതല്ല. ഇങ്ങനെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്യാഷ് കറോ ആപ്പിനുണ്ട്. അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നതിന് ഏൺ ക്യാഷ് ബാക്ക് ഓൺ ഫ്ലിപ്കാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പോപ്പപ്പ് ഓപ്പണായി റീഡയറക്റ്റ് ആവുന്നതാണ്. അതിനുശേഷം ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിൻ്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ആകും. ഇതിനുശേഷം നമ്മൾ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു. അതെല്ലാം ഫാസ്റ്റ് ഫോർവേഡിൽ കാണിക്കുന്നതാണ്. ഫോൺ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് ബൈ നൗ കൊടുത്ത് അഡ്രസ്സ് എല്ലാം സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് പേജിൽ പോയി OTP എൻ്റർ ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ആക്കുക. ഓർഡർ പ്ലേസ് ആക്കി നമ്മൾ നേരെ മൈ ഓർഡേഴ്സിൽ വന്ന് അവിടെ ഓർഡർ ID കോപ്പി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ക്യാഷ് കറോ ആപ്പിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ക്യാഷ് ബാക്ക് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ മൈ ഓർഡേഴ്സ് ഡീറ്റെയിൽസ് എടുക്കുക. നമുക്കിവിടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റായി കാണുന്നില്ല. അപ്പോൾ നമ്മൾ മിസ്സിങ്ങിൽ പോയി ഹാവ് മോർ ക്യാഷ് ബാക്ക് ടു ട്രാക്ക് എടുത്ത് ഫ്ലിപ്കാർട്ട് സെലക്ട് ചെയ്ത് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്ത് ഓർഡർ ID അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ യുവർ മിസ്സിംഗ് ക്യാഷ് ബാക്ക് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വരുന്നതാണ്. ഇപ്പോൾ നമുക്കവിടെ ക്യാഷ് ബാക്ക് 65 റുപ്പീസ് ഏൺ ചെയ്തതായിട്ട് കാണുന്നതാണ്. ഞാൻ ക്യാഷ് ബാക്കിലൂടെ എത്ര ഏൺ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുവരേക്കും 7593 രൂപയാണ് ഞാൻ ഏൺ ചെയ്തിരിക്കുന്നത്. അതിൽ 4513 രൂപ ക്യാഷ് ബാക്കും 3050 രൂപ റിവാർഡുമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ലൈവായി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾക്ക് ഇതിൽ ക്യാഷ് ബാക്കാണ് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് റിഡീം ചെയ്യാൻ പറ്റുന്നത്. റിവാർഡുകൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡായി നമുക്ക് റിഡീം ചെയ്യാം. അതുമല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ക്യാഷ് ബാക്കും റിവാർഡും കൂടെ ചേർത്തും നമുക്ക് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണിലേക്ക് റിഡീം ചെയ്യാം. ഇപ്പോൾ ഞാൻ ആ ഒരു ക്യാഷ് ബാക്ക് മാത്രം എങ്ങനെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നത് കാണിച്ചു തരാം.
ഇതിനായി നമ്മൾ UPI ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ UPI ID എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് പെയ്ഡ് എന്ന് കൊടുത്തിട്ട് OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഉടനടി തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് പേയ്മെൻറ്റ് വരുന്നതാണ്. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ക്യാഷ് കരോ ത്രൂ എടുക്കുമ്പോൾ എങ്ങനെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിവിടെ എൻ്റെ ക്യാഷ് ബാക്ക് ഡീറ്റെയിൽസിൽ മൈ ഓർഡേഴ്സ് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ യൂണീക്ക് കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യൂണീക്ക് കാർഡ് എടുത്തിട്ട് എനിക്ക് 900 റുപ്പീസിൻ്റെ റിവാർഡാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അത് സെപ്റ്റംബർ 4 കൺഫേമായി ക്യാഷ് ബാക്ക് എനിക്കത് റെഡീം ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ കാർഡ് നോർമൽ സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏജൻറ്റ് മുഖേന എടുക്കുകയാണെങ്കിലോ നമ്മൾക്ക് ഒരു റിവാർഡും ലഭിക്കുന്നതല്ല. എന്നാൽ ഇവിടെ നമുക്ക് 900 റുപ്പീസ് ക്യാഷ് ബാക്ക് സെപ്റ്റംബർ 4 നമുക്കിവിടെ കൺഫേമായി ലഭിക്കുന്നതാണ്. അതുപോലെ ഞാൻ ടൈംസ് പ്രൈമിന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിലായി ഞാൻ പറഞ്ഞുതരാം. So stay tuned. Please subscribe and hit the bell icon. Bye.